തൃശൂർ ജില്ലയിൽ നടക്കുന്ന പൂരങ്ങൾക്കും ഉത്സവങ്ങൾക്കും ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടാകാറുണ്ട്. അത്തരത്തിലേറെ വ്യത്യസ്തകൾ നിറഞ്ഞതാണ് എടമുട്ടം പാലപ്പെട്ടി ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി വേല. എല്ലാ വർഷവും വേലയുടെ ഭാഗമായി 7 ദിവസങ്ങളിലായി നടക്കുന്ന തോൽപ്പാവക്കൂത്താണ് പാലപ്പെട്ടി ക്ഷേത്രത്തിന്റെ പ്രത്യേകത. പുരാതന കാലം മുതലേ നിഴൽപ്പാവക്കൂത്ത് നടക്കുന്ന ക്ഷേത്രമാണ് എടമുട്ടം പാലപ്പെട്ടി ഭഗവതി ക്ഷേത്രം. എല്ലാ വർഷവും 7 ദിവസങ്ങളിൽ രാത്രി ഇവിടെ തോൽപ്പാവക്കൂത്ത് മുടങ്ങാതെ അരങ്ങേറും. 1 രൂപ പോലും പ്രതിഫലം വാങ്ങാതെ പട്ടാമ്പിയിലെ കളരിക്കൽ വീട്ടിലെ കുടുംബാംഗങ്ങളാണ് പൂർവികർ തുടങ്ങിവെച്ച ആചാരം പിന്തുടരുന്നത്. വേലയുടെ കൊടിയേറ്റത്തിന് ക്ഷേത്രത്തിൽ പ്രത്യേക സമയമില്ല. പട്ടാമ്പി പണിക്കന്മാർ എത്തിയാൽ അതാണ് കൊടിയേറ്റ സമയം. പണിക്കന്മാരുടെ കൊട്ടിയറിയിപ്പോടെയാണ് അശ്വതി വേലയ്ക്ക് തുടക്കമാകുന്നത്. ഇതിന്റെ ഭാഗമായി 7 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന കൂത്തിൽ ശ്രീരാമചരിതത്തിലെ സേതുബന്ധനം മുതൽ പട്ടാഭിഷേകം വരെ ആസ്വദിക്കാനാകും. കോമരം വന്ന് എനിക്ക് കമ്പനാടകം വേണം ക്ഷേത്രത്തിൽ എന്ന് പറഞ്ഞിട്ട് നിശ്ചയിച്ചിട്ടാണ് പിറ്റത്തെ വർഷം മുതൽ ഞങ്ങളുടെ തറവാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് 7 ദിവസത്തെ തോൽപ്പാവക്കൂത്ത് നടത്തൽ എന്ന് ആണ് ഐതിഹ്യം കേട്ടിരിക്കുന്നത്. അത് ഏകദേശം ഒരു 900 വർഷങ്ങൾക്ക് മേലെ ഉണ്ടാവും എന്നുള്ളതാണ് ഏകദേശം. കൃത്യമായി നമുക്കത് കണക്കാക്കാൻ പറ്റില്ല. ക്ഷേത്രത്തിലെ ചടങ്ങുകൾ പൂർത്തിയാക്കി ശേഷം പാതിരാ സമയത്താണ് കൂത്ത് ആരംഭിക്കുക. തിരിയിട്ട നാളികേരമുറി വിളക്കുകളുടെ വെളിച്ചത്തിൽ കാരണവന്മാർ പാവകളെ ചലിപ്പിക്കും. അതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ചലിക്കുന്ന നിഴൽ രൂപങ്ങളാണ് കാഴ്ചക്കാർക്ക് കഥകൾ പറഞ്ഞു നൽകുന്നത്. കമ്പരാമായണത്തിലെ തമിഴ് ശീലുകൾക്കൊപ്പം ഫലിതത്തിന്റെ മേമ്പൊടിയും ചെണ്ടയുടെ താളവും കൂടിയാകുമ്പോൾ കൂത്തിന്റെ മാറ്റു കൂടും. നമുക്ക് മുത്തമ്മനോടുള്ള വിശ്വാസത്തിന്റെ പേരിലാണ് നമ്മൾ വരുന്നത്. പുലർച്ച വരെ നമ്മൾ വന്നിരിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് വന്നിരുന്നാലും അസുഖങ്ങൾ അങ്ങനത്തെ ഒരു സംഭവങ്ങൾ വരാറില്ല. പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് നാടകം എഴുതിക്കലാണ്. അത് നാടകം കാണാനും ഒരു വഴിപാടായിട്ടാണ്. നമുക്ക് എന്ത് കാര്യങ്ങൾ വിചാരിച്ചാലും അത് സാധിച്ചു കിട്ടാനായിട്ടുള്ള വഴിപാടാണ് നാടക വഴിപാട്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് എടമുട്ടത്തെത്തിയ കാരണവന്മാർ കമ്പരാമായണ ഭാഗത്തിലെ വരികൾ ചൊല്ലി. ഇത് കേട്ടാസ്വദിച്ച ഭഗവതിയുടെ ആജ്ഞപ്രകാരം വരും വർഷങ്ങളിൽ കൂത്തവതരിപ്പിക്കാൻ കോമരം അരുളിയെന്നാണ് ഐതിഹ്യം. രോഗപീഠകൾക്ക് പരിഹാരം കാണാനും വളർത്തുമൃഗങ്ങൾക്ക് വേണ്ടിയും കൂത്തിൽ നാടകമെന്ന പേരിൽ ഷീട്ടാക്കി വഴിപാട് കഴിക്കുന്ന ചടങ്ങുമുണ്ട്. വഴിപാട് കഴിക്കാനും കൂത്ത് കാണാനുമായി ഇപ്പോഴും രാത്രികാലങ്ങളിൽ 100 കണക്കിന് ആളുകളാണ് ക്ഷേത്രത്തിൽ പതിവായി എത്തുന്നത്. ന്യൂസ് മലയാളം, തൃശൂർ.